ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമുക്കൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കാം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായി വറുത്ത ശേഷം നമുക്ക് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ച് വെക്കണം. അപ്പോൾ നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഒരു അരക്കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് ഒരു അരക്കപ്പ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരക്കപ്പ് വെളുത്തുള്ളിയും പിന്നെ ഒരു 1/4 കപ്പ് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി മൂത്ത് വന്ന ശേഷം പിന്നെ നമുക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മുളക് പൊടി, പിന്നെ അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് അച്ചാർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടുകെണ്ണ ചേർത്തിട്ടുണ്ട്. പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തീ ചെറിയ സിമ്മിലിട്ട് കണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 2 കപ്പ് വിനീഗർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളപ്പിക്കണം. ഇപ്പോൾ തിളക്കം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ദിവസം മുന്നേ തന്നെ നാരങ്ങ അരിഞ്ഞിട്ട് കല്ലുപ്പ് ഇട്ട് വെച്ചതാണിത്. അപ്പോൾ അത് അതിൻ്റെ ചാറോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വേറെ ഉപ്പൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പോൾ നമ്മൾ അച്ചാറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് കായം പൗഡർ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് വോയിസ് ഒന്നും ക്ലിയർ ആവുന്നില്ല തോന്നുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.